ഡയറക്ടറും റൈറ്ററും വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അപ്പോൾ നമ്മളത് അടിക്കുന്ന സമയത്ത് ജീപ്പിനകത്തെ പാട്ട് ഓണാവും, അപ്പോൾ നമ്മൾ സുപ്രഭാതം എന്നുള്ള പാട്ടായിരിക്കും വെക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡിലുണ്ട്. അവിടെ ചെന്നിട്ട് അത് ഈ പറഞ്ഞ ചെയ്യുന്ന സമയത്ത് ഇടിക്കുന്നു, മറ്റേ ഇടിക്കുന്നതും എറിയുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ ഹ്യൂമർ വരുന്നത് താഴെ കിടന്നിട്ടുള്ള നമ്മുടെ റിയാക്ഷനിലാണ്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാനൊന്ന് വിട്ടുപോയി. ആക്ച്വലി ടൈം കഴിഞ്ഞു, കാരണം അത്രയും സമയം എടുത്തിട്ടാണ് ആ ഒരു വളരെ റിസ്കി ഷോട്ടായിരുന്നു. ഫുള്ള് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി വന്നിട്ടില്ല ഫുള്ള്. അതായത് റോഷന്റെ ക്യാരക്ടർ തല ഇങ്ങനെ, ഞാൻ നേരത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ, അങ്ങനെ വന്ന് വീണ് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് വിളിച്ചിട്ട് ആ ഷോട്ടിന് മാത്രം വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ വന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ട് എടുത്തപ്പോൾ എൻ്റെ അടുത്തൊരു 3-4 റിയാക്ഷൻസ് അതിന് എടുക്കും. ചേട്ടാ ഈ പറഞ്ഞ പോലെ ജിൻസൺ ജോൺസൺ ക്യാരക്ടർ നമ്മൾ നിൽക്കുന്നു, അപ്പോൾ ഫുള്ള് അവരെ ഇങ്ങനെ റഫായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമർ എക്സ്പ്രഷൻ അവിടെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യം. കാരണം വീണിട്ട് നല്ലൊരു ആ ഒരു പെയിന്റിൽ കിടന്നാൽ മതി. അത് നമ്മൾ ആദ്യം എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഈ അതല്ലാതെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് ഒരു സാധനം അത് എടുത്തു. അപ്പോൾ ചോദിച്ചു ഈ പറഞ്ഞൊരു ചെറിയൊരു ഹ്യൂമറിൻ്റെ ചെറിയൊരു പരിപാടി നോക്കിയാലോ. അവരുടെ ചേട്ടാ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഡയറക്ടർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു ചേട്ടാ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്തു നോക്കുന്നത്. അതിനാണ് ലാസ്റ്റ് മറ്റേ സംഗതി ചെയ്ത് അടികൊണ്ടൊരു കണ്ടിങ്ങനെ കിളി പറഞ്ഞ സാധനം ഉണ്ടല്ലോ.